ഹലോ. അപ്പോൾ ഓണമൊക്കെയല്ലേ വരുന്നത്. നമുക്കൊരു സിമ്പിളായിട്ടൊരു മണ്ഡല ഡിസൈൻ കൈയുടെ ഉള്ളിലിട്ടാലോ? അപ്പം ഇതുപോലെ സ്പൈറൽ വരച്ച് ഈ ഫ്ലവർ വരക്കുന്നുണ്ട് കേട്ടോ. ഈ ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ അതിൻ്റെ അരുകത്ത് കൂടി തന്നെയാണ് നമ്മൾ ആ റൗണ്ട് വരക്കുന്നത്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ലൈനും കൂടി വരച്ചിട്ട് ചെറിയ ചെറിയ ഹംസ് ഇതുപോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഇതുപോലെ നോക്കി വരച്ചോളി. അതിന് ശേഷം ഒരു ലൈനും കൂടെ കവർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ ഹംസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓണത്തിന് എല്ലാവരും സെറ്റ് സാരിയും ഒരുങ്ങിയൊക്കെ വരുമ്പോൾ ഈ മൈലാഞ്ചി മൊഞ്ചും കൂടി ഉണ്ടാകുമ്പോണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പോൾ കഴിഞ്ഞിട്ടില്ല ഡിസൈൻ ഇതുപോലെ സ്പൈറൽ വരയ്ക്കുന്നു, ഹംസ് വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റും ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടേ ഇതുപോലെ സ്പൈറൽ ഹംസ് മൊത്തത്തിൽ അങ്ങോട്ട് വരച്ചു കൊടുക്കുക. മണ്ഡല ഡിസൈന് ഈ ഒരു സ്പൈറൽ ഹംസൊക്കെ വരുമ്പോൾ തന്നെയാണ് കൂടുതൽ ഭംഗി കേട്ടോ. അപ്പോൾ ഈ ഓണമൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സെറ്റ് സാരിയും വളകളും അന്നത്തെ ദിവസമാണല്ലോ നമ്മൾ മെയിനായിട്ട് വളയൊക്കെ ഇടുന്ന ദിവസം. അല്ലാണ്ട് ഇപ്പോൾ ആരങ്ങനെ, എനിക്ക് തോന്നുന്നു അധികം പേരൊന്നും ഇപ്പോൾ ഈ ഒരു ജനറേഷനിൽ വളകളൊക്കെ വളരെയധികം കുറവായിരിക്കുമല്ലോ ഇടാ. ഈ വളമൊക്കെ ഇട്ടിട്ട് ഈ മൈലാഞ്ചിയുടെ ചോപ്പൊക്കെ ആയിട്ട് ആ സെറ്റ് സാരിയൊക്കെ എടുത്ത് നല്ല രസമായിരിക്കുമല്ലേ. എനിക്ക് വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വൈൻസ് കണ്ടില്ലേ, കുറച്ച് ബോൾഡായിട്ട് നമ്മൾ ഈ വൈൻസ് കൊടുക്കുന്നത്. നമ്മൾ ഈ സ്പൈഡർ വരച്ച് ഹംസ് കൊടുത്ത ആ ഒരു ഗ്യാപ്പിൽ ഈ 3 വൈൻസ് രണ്ടും സൈഡിലോട്ട് ചേർത്ത് നിർത്തിയത്, മൂന്നാമത്തത് നടുവിലോട്ട് വരച്ച് കൊടുത്തത് കംപ്ലീറ്റ് ആയിട്ട് വരക്കുക. അതിന് ശേഷം നമുക്ക് അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പതുക്കനെ ഉള്ളിൽ ഫില്ലായി പോവാണേ. ഫസ്റ്റ് ഔട്ട്ലൈനോട് ചേർന്ന് വരച്ചതിന് ശേഷം പതുക്കനെ ഉള്ളിൽ ഫില്ല് ചെയ്യുക. നമ്മെ ഫസ്റ്റ് ഫില്ല് ചെയ്യാത്ത കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം തന്നെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ ഡിസൈൻ ഒന്ന് ഉണങ്ങിയതിന് ശേഷം കുറച്ചൊന്ന് ഡ്രൈ ആയതിന് ശേഷം ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ്റെ ഒരു ഭംഗി നമുക്ക് കൂടുതൽ കാണാൻ കഴിയും. അല്ലാണ്ടാകുമ്പോൾ ഒരു സ്മഡ്ജ് മാതിരി ആവാനൊക്കെ ഒരു ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഫിംഗറിലോട്ട് എത്തിയിട്ടുണ്ട്. ഫിംഗറിലോട്ട് നമ്മൾ ഫസ്റ്റ് ഒരു 4 ലൈൻ വരച്ച് കൊടുത്തിട്ട് ഹംസ് ഇട്ട് സ്പൈറൽ ഹംസ് ഈ 3 വൈൻസും പിന്നെ നടുവിൽ ഈ ഞെറിയായിട്ടുള്ള ഡിസൈന് അതാണ് ഒരുക്കുന്നത്. അതിൻ്റെ ഓരോ നടുവിലെത്തുമ്പോൾ ജോയിൻറ്റ് ചെയ്യുന്ന കൊടുത്ത് ഒരു കുഞ്ഞു ഡോട്ടുകൾ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുകളിൽ ഇതുപോലെ 4 ലൈൻ വരച്ചിട്ട് നടുക്കത്തെ 2 ലൈന് ബോൾഡാക്കി ഹംസ് വരച്ച് 3 വൈൻസ് കൊടുക്കുന്നുണ്ട്. ഭയങ്കര സിമ്പിളായി ഡിസൈൻ വരക്കാനായിട്ട്. എല്ലാവരും നോക്കി ചെയ്തോളൂ ഇതുപോലെ തന്നെ. അത് നമ്മൾ എല്ലാ ഫിംഗറിലും 5 ഫിംഗറിലും ഈ സെയിം പാറ്റേൺ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് അടുത്ത പ്രാവശ്യം ബാക്കിലും കൂടെ ഇടാനുള്ള ഒരു ഡിസൈൻ കൊണ്ടുവരാം കേട്ടോ ഞാൻ. ഇതെല്ലാവരും ഒന്ന് നോക്കിക്കോളി. ലാസ്റ്റ് ഒരു കാര്യമുണ്ട്, ഈ ഡിസൈൻ്റെ ലാസ്റ്റ് ഞാൻ പറയാത്തത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ ഡിസൈൻ ഇടുന്ന സമയത്ത്. എനിക്ക് ഏറ്റവും അവസാനം ഈ ഒരു മണ്ഡല ഡിസൈൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എന്താ ഞാൻ മിസ്റ്റേക്ക് ചെയ്തതെന്നുള്ളത്. ഇപ്പം തന്നെ അറിയാവുന്നവരുണ്ടല്ലോ, ഒന്ന് കമൻറ്റിൽ പറഞ്ഞോ. അപ്പോൾ നോക്കാമല്ലോ ആർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഞാൻ എന്ത് മിസ്റ്റേക്കാണ് ചെയ്തതെന്നുള്ളത്. ഇപ്പം നമ്മൾ മിഡിൽ ഫിംഗർ എത്തിയിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മളെ മിഡിൽ ഫിംഗറാണ് കുറച്ച് വലിപ്പമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഫിംഗറിലോട്ട് ഈ ലൈനുകളും ഡിസൈനൊക്കെ വരുമ്പോൾ ഒന്നും കൂടെ കുറച്ച് നീട്ടി നിവർത്തി വരച്ച് കൊടുത്താൽ മതി. അത്രയേ ഉള്ളൂന്നേ. അതുപോലെ ചെറിയ ഫിംഗറിലോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നീട്ടം കുറച്ച് കുഞ്ഞു കുഞ്ഞു ഹംസും ലൈൻസും ഒക്കെ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതും സെറ്റാവുന്നേ. ഇങ്ങനെ ഇതുപോലെ തന്നെ ലൈൻസ് വരയ്ക്കുക, ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് കൊടുക്കുക. അത്രയേ ഉള്ളൂ, സിമ്പിൾ പരിപാടിയാണത്. നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഭയങ്കര ടഫായിട്ടുള്ള ഡിസൈനാണ്. അത്ര വലിയ ടഫൊന്നുമില്ല. നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അടിപൊളിയായിട്ട് വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അത് നമ്മളിപ്പോൾ ലിറ്റിൽ ഫിംഗറിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം ഈ ഡിസൈനിൻ്റെ കഴിയാറായിട്ടുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റുള്ളിൽ
എക്സ്പേർട്സിന് വരച്ചെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിനാണെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ പോലും വേണ്ടി വരില്ല ഈ ഒരു ഡിസൈൻ വരക്കാനായിട്ട്. ഫിനിഷിങ് ടച്ചോട് കൂടി നമ്മൾ ഒരു ഡോട്ട് സെൻറ്ററിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്നറിയാമോ ഈ മിസ്റ്റേക്ക്? ഇനി ഈ മണ്ടൽ ക്രിയേറ്റ് ചെയ്തപ്പോണ്ടല്ലോ സെൻറ്റർ ഒന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയി. ശരിക്കും ഈ സെൻറ്ററിലോട്ട് ഈ മണ്ടൽ വരുമ്പോണ്ടല്ലോ ഇതിനെക്കാട്ടി ഭംഗിയായിരിക്കും. ഒന്നെല്ലാവരും ശ്രദ്ധിച്ചോളൂ കേട്ടോ അത്.